ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒന്നാമത്തെ വായനാഭാഗം 1 ശമൂവേൽ 31 അധ്യായം. ശമൂവേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ കഴിഞ്ഞ അധ്യായത്തിൽ ഫെലിസ്ത്യരും ഇസ്രായേലരും യുദ്ധത്തിനായി ജസ്രയിൽ തയ്യാറെടുക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അവിടെ നിന്നാണല്ലോ ദാവീദിനെ തിരികെ പറഞ്ഞയക്കുന്നത്. അതിനുശേഷമാണല്ലോ സിക്ലാഗിൽ വന്ന ആക്രമണവും അമാലേക്കരൊക്കെ കാണുന്നത്. അപ്പോൾ ആ കഴിഞ്ഞ അധ്യായത്തിൽ ആദ്യം കണ്ട കാലത്തിൻ്റെ തുടർച്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വളരെ സങ്കടകരമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നൊരു അധ്യായം കൂടി ആണ് ഇത്. അപ്പോൾ ഇത് ഇസ്രായേലർ ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടി ഇസ്രായേലർ തോൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അവർ പോയി ഗിൽബോവ പർവ്വതത്തിൽ പലരും നിഹതന്മാരായി വീണു. ഫെലിസ്ത്യർ ശൗലിനെയും അവൻ്റെ പുത്രന്മാരെയും പിന്തുടർന്നു. അപ്പോൾ ഇവർ ശൗലും അവൻ്റെ പുത്രന്മാരും മാത്രമായപ്പോൾ അവർ പെട്ടു എന്നൊരവസ്ഥയിലാണ്. ഫെലിസ്ത്യർ ശൗലിൻ്റെ പുത്രന്മാരായ യോനാഥാൻ, അബീനാദാബ്, മെൽക്കിഷുവ എന്നിവരെ കൊന്നു. വളരെ സങ്കടകരമായ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. യോനാഥാൻ ഫെലിസ്ത്യരുടെ കയ്യാൽ മരിക്കുകയാണ്. എന്നാൽ പട ശൗലിൻ്റെ നേരെ ഏറ്റവും മുറുകി. അപ്പോൾ അവർക്ക് ശൗലാണല്ലോ പ്രധാന ടാർഗറ്റ്, രാജാവല്ലേ. അതിൽ ശൗലിൻ്റെ വീര്യം കെടുത്തുവാൻ മക്കളായ യോനാഥാനെയും അബീനാദാബിനെയും മെൽക്കിഷുവയൊക്കെ കൊല്ലുന്നത് മാനസികമായി ശൗലിനെ തകർക്കാൻ അത് ഇടയാകും. അത് ശൗലിൻ്റെ ആത്യന്തികമായ പരാജയത്തിലേക്ക് എത്തുവാൻ സഹായിക്കും. അങ്ങനെ ശൗലിന് മനസ്സിലായി ഇനിയിപ്പം രക്ഷയില്ല എന്നുള്ളത് മനസ്സിലായി. ശൗല് തൻ്റെ ആയുധവാഹകനോട് ഈ അഗ്രചർമ്മികൾ എന്നെ വന്ന് കുത്തുകയും കൊല്ലുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവർ വരുന്നതിന് മുമ്പ് എനിക്ക് മരിക്കണം, അതുകൊണ്ട് നീ എന്നെ വാളൂരി കുത്താൻ പറയും. പക്ഷെ ആയുധവാഹകൻ എങ്ങനെ ചെയ്യും? തൻ്റെ യജമാനല്ലേ. തൻ്റെ യജമാനെ ആവശ്യപ്പെട്ടിട്ടാണെങ്കിലും യജമാൻ്റെ ആവശ്യമാണെങ്കിലും അത് ചെയ്യാൻ ആയുധവാഹകൻ മനസ്സ് വന്നില്ല. അവൻ ഭയപ്പെട്ടു, ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷേ ദാവീദ് എന്ത് ചെയ്തു? ശൗൽ എന്ത് ചെയ്തു? ശൗൽ ഒരു വാളിങ്ങനെ എടുത്ത് വെച്ചിട്ട് അത് തറയിൽ കുത്തി അതിലോട്ട് പിടിച്ച് അങ്ങ് വീണ് ശൗല് ശരീരത്തിൽ കൂടെ സ്വന്തം വാള് തന്നെ കടന്ന് ശൗല് മരിച്ചു. അപ്പോൾ ഇത് കണ്ടിട്ട് ആയുധവാഹകനും തൻ്റെ രാജാവല്ലേ മരിച്ചു, ഇനി തനിക്കിവിടെ തൻ്റെ കാര്യവും അവരെ കൊല്ലും. അപ്പോൾ അതിനു മുമ്പ് താനും ശൗൽ എങ്ങനെയാണ് മരിച്ചത് അതുപോലെ ഈ ആയുധവാഹകനും അതിൻ്റെ മേൽ ഇതുപോലെ വാൾ വെച്ച് തന്നെ മരിച്ചു. അപ്പം ഇങ്ങനെ ശൗലിൻ്റെ 3 പുത്രന്മാരും ആയുധവാഹകനും അവൻ്റെ ആളുകളൊക്കെയും ഒരുമിച്ച് മരിച്ചു. ഇസ്രായേലിൽ ഓടിപ്പോയി. ശൗലും പുത്രന്മാരും മരിച്ചു എന്ന് താഴ്വകി അപ്പുറത്തും യോർദാനക്കരയുള്ള ഇസ്രായേലിയർ കണ്ടപ്പോൾ അവർ പട്ടണങ്ങളെ വെടിഞ്ഞ് ഓടിപ്പോവുകയും ഫെലിസ്ത്യർ അവിടെ വന്ന് പാർക്കുകയും ചെയ്തു. അപ്പം അവർ ഈ മരിച്ചു കിടക്കുന്നവരുടെ വസ്ത്രവും വാളും ഒക്കെ ഊരിയെടുക്കുന്നൊരു പതിവുണ്ട് യുദ്ധം കഴിഞ്ഞാൽ. അത് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ശൗലും പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിൽ വീണ് കിടക്കുന്നവർ കണ്ടു. അവർ എന്ത് ചെയ്തു? ശൗലിൻ്റെ തല വെട്ടിയെടുത്തു, ആയുധവർഗ്ഗങ്ങൾ അയച്ചെടുത്ത് ജനത്തിൻ്റെ ഇടയിലും ഒക്കെ. അപ്പോൾ കൊന്നു എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ കൊന്നില്ല. അവർ കൊന്നു എന്ന് ഉള്ളതിന് വേണ്ടി, തെളിവിന് വേണ്ടിയിട്ട് ശൗലിൻ്റെ തല കൊണ്ടുപോയി എല്ലായിടവും കൊണ്ട് കാണിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുവെക്കുകയാണ്. ശരീരം അവിടെ ഒരു ശൂരന്മാർ തൂക്കിയിടുകയും ചെയ്തു. അവിടെ ചെന്ന് രാത്രി ശൂരന്മാരായ പലരും രാത്രി പുറപ്പെട്ട് ശൗലിൻ്റെ ശവം അവിടെ നിന്ന് എടുത്തു, പുത്രന്മാരുടെ ശവങ്ങളും എടുത്ത് യാബേഷിൽ കൊണ്ടുവന്ന് അവിടെ വന്ന് ദഹിപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ദഹിപ്പിച്ച ഒരു സംഗതിയെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത് ശൗലിൻ്റെയും ശൗലിൻ്റെ മക്കളുടെയും ഒക്കെ ശവങ്ങൾ ദഹിപ്പിക്കുകയായിരുന്നു, കുഴിച്ചിടുകയായിരുന്നില്ല എന്നുള്ളതൊരു കാര്യം, വ്യത്യസ്തമായൊരു കാര്യം. സാധാരണ ഇസ്രായേലിൽ അങ്ങനല്ല. ഇസ്രായേലിൽ ശവം കൊണ്ടുവന്നാൽ അത് മണ്ണിനകത്ത് കുഴിച്ച് അല്ലെങ്കിൽ കല്ലറ പണിത് അതിനകത്ത് ആ ശരീരം അങ്ങനെ തന്നെ വയ്ക്കുകയാണ് പതിവ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശൗലിൻ്റെയും പുത്രന്മാരുടെയും ശരീരങ്ങൾ ദഹിപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അവരുടെ അസ്ഥികളെ അവർ എടുത്ത് യാബേഷിലെ ഒരു പിച്ചല വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു 7 ദിവസം അവർ വിലാപം കഴിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം, ഒന്നാമത്തെ പുസ്തകം അവസാനിക്കുകയാണ്. സംഭവബഹുലമായ ഒരു
കാലഘട്ടമായിരുന്നു ഈ നമ്മൾ വായിച്ചപ്പോൾ നിർത്തുന്നത്. ഇനി നമ്മൾ മുമ്പോട്ട് വായിക്കുന്നത് ദാവീദ് മുതലുള്ള രാജാക്കന്മാരുടെ കാലത്തെ ദാവീദും അതുപോലെ തന്നെ ദാവീദിൻ്റെ മകൻ്റെ കാലത്തിലേക്കൊക്കെ നമ്മൾ കാണും. ഈ ഒന്നാമത്തെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഒരു രാജാവിനെ അവരാവശ്യപ്പെട്ടു. ആ രാജാവിനെ വായിച്ചു കൊടുക്കുന്നതിൽ ദൈവം അവർക്ക് അനുകൂലമായി അവരെ അനുവദിച്ചു. ആ രാജാവ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ തെറ്റി ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചു. ദൈവത്തിന് അത് പ്രസാദകരമായിരുന്നില്ല. ദൈവത്തിനത് കോപമുണ്ടായി. ദൈവം ആ രാജാവിനെ നീക്കി. ഇപ്പോൾ ആ രാജാവിൻ്റെ മക്കളടക്കം മരിക്കാനുള്ള ഇടയും ആയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പാഠങ്ങളുള്ളത്, ദൈവം അഭിഷേകം ചെയ്ത, ദൈവം തിരഞ്ഞെടുത്ത, ദൈവം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച, മുമ്പോട്ട് നടക്കാൻ ദീർഘകാലം രാജാവായിരിക്കാനും ദീർഘകാലം ദൈവപൈതലായിരിക്കാനും വിളിച്ച ഒരുവനെ പോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ശൗലിനെ നമ്മൾ കുറ്റം പറയും പലപ്പോഴും പല കാര്യത്തിനും. പക്ഷേ നമ്മൾ തന്നെ ശൗലിൻ്റെ സ്വഭാവമൊക്കെ ഉള്ളവർ തന്നെയാണ് നമ്മൾ. ശൗലും മനുഷ്യനാണ്, നമ്മളും മനുഷ്യനാണ്. ശൗല് രാജാവായിരുന്നു എന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ കാണും. നമ്മൾ സാധാരണ മനുഷ്യരായതുകൊണ്ട് നമുക്ക് അത് വലിയ കാര്യമില്ല, അല്ലെങ്കിൽ നമ്മളെ ഒന്നും അങ്ങനെ പറയാൻ ആരുമില്ല. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ശൗലിൻ്റെ സ്വഭാവം, ശൗല് കാണിച്ച പല സ്വഭാവങ്ങളും നമ്മളും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശൗലിനെ തള്ളിക്കളഞ്ഞതുപോലെ നമ്മളെ തള്ളിക്കളയാനും ദൈവത്തിന് വലിയ കാര്യമൊന്നുമില്ല. ശൗലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ രാജാവിനെ ദൈവം തള്ളിക്കളഞ്ഞു. ആദ്യ മനുഷ്യനായ ആദത്തിനെ ദൈവം തള്ളിക്കളഞ്ഞു. അതൊക്കെ നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ പൊടിക്ക് മേലെ പൊടിക്കും പൊടിയായിരിക്കുന്ന നമ്മൾ ഒന്നുമല്ല ദൈവത്തിൻ്റെ മുമ്പിലോ. ദൈവത്തിന് നമ്മളൊരു കാര്യമേ അല്ല. പക്ഷേ ദൈവം നമുക്ക് തന്ന അവകാശം എന്താണ്, ദൈവം നമുക്ക് തന്ന എന്താണ് നമുക്ക് തന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി, അത് മനസ്സിലാക്കി അത് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. എന്നെങ്കിലും ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് അയ്യോ എന്ന് പറഞ്ഞ് കരയുവാനും, അയ്യോ ഞാൻ മുമ്പ് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഈ നഷ്ടം എനിക്കിന്ന് വരികയില്ലായിരുന്നു എന്ന് ഒരിക്കൽ വിലപിക്കാനിടയാകാതിരിക്കണമെങ്കിൽ ശൗലിൻ്റെ മാതൃക പിന്തുടരാതെ ദാവീദിൻ്റെയും ക്രിസ്തുവിൻ്റെയും ഒക്കെ മാതൃക പിന്തുടരാൻ തക്കവണ്ണം നമുക്ക് തീരുമാനിച്ച് മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് ഈ പുസ്തകം നമുക്ക് തരുന്ന ഉപദേശം. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. ഇവിടെ നമ്മൾ തുടക്കം കാണുന്ന ബെന്യാമീൻ മക്കളെ യെരുശലേമിൻ്റെ നടുവിൽ നിന്ന് ഓടിപ്പോകുവിൻ, തെക്കോവയിൽ കാഹളമോതുവിൻ, ബേത്ത്ലഹേമിൽ ഒരു തീക്കുറി ഉയർത്തുവിൻ, വടക്കു നിന്നൊരു അനർത്ഥവും മഹാനാശവും കാണായി വരുന്നു. വടക്ക് ദേശത്ത് നിന്ന് ഒരു അനർത്ഥവും മഹാനാശവും കാണായി വരുന്നു എന്ന് പറയുമ്പം ഇവിടെ ബെന്യാമീൻ മക്കളെ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ടായിരിക്കും ബെന്യാമീൻ മക്കളെ എന്ന് പറയുന്നത്? ഈ യഹൂദ രാജ്യം എന്ന് പറയുന്നത് 2 ഗോത്രങ്ങൾ മാത്രം ചേർന്ന് വരുന്നതാണ് യഹൂദ രാജ്യം. വടക്കേ രാജ്യം ഇസ്രായേൽ 10 ഗോത്രങ്ങളും തെക്ക് 2 ഗോത്രങ്ങളും. അതിൽ 2 ഗോത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് യഹൂദയാണ് വലിയ ഗോത്രം, കൂടുതൽ പ്രദേശം അവർക്കാണുള്ളത്. ബെന്യാമീൻ ഗോത്രവും അതിനകത്ത് ചേർന്ന് വരുന്നു. ബെന്യാമീൻ കുറച്ച് ആളുകളും ചെറിയ ദേശവുമാണ് ബെന്യാമീൻ. ഈ ബെന്യാമീൻ ദേശത്താണ് യഥാർത്ഥത്തിൽ യെരുശലേം എന്ന സ്ഥലവും യെരുശലേം എന്ന ദേവാലയവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരോട് പറയുന്നത് ബെന്യാമീൻ മക്കളെ യെരുശലേമിൻ്റെ നടുവിൽ നിന്ന് ഓടിപ്പോകുന്ന. ബെന്യാമീനാണ് അവിടെ താമസിക്കുന്നത്, അല്ലെങ്കിൽ ബെന്യാമീൻ ഗോത്രത്തിനകത്താണ് യെരുശലേം എന്ന സ്ഥലവും ദേവാലയവും ഒക്കെ. അപ്പം പറയുന്നത് വടക്ക് നിന്ന് അനർത്ഥവും മഹാനാശവും കാണായി വരുന്നു എന്നുള്ള. ശരിക്കും പറഞ്ഞാൽ ഈ കൽദയ ദേശം വടക്ക് കിഴക്കായിട്ടാണ് വരിക. വടക്ക് വശത്ത് തന്നെയാണ്, പക്ഷേ വടക്ക് കിഴക്കായിട്ടാണ് യഥാർത്ഥത്തിൽ ആ കൽദയ ദേശം ഇരിക്കുന്നത്. അപ്പം അവിടെ നിന്ന് വരാനിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ചാണ് പറയുന്നത്. സുന്ദരിയും സുഖഭോഗിനിയുമായ സിയോൻ പുത്രിയെ ഞാൻ മുടിച്ചു കളയും. യെരുശലേമിനെയാണ് പറയുന്നത്. അവളുടെ അടുക്കൽ ഇടയന്മാർ ആട്ടിൻകൂട്ടങ്ങളോടുകൂടി വരും. അവൾക്കെതിരെ ചുറ്റിലും കൂടാരമടിക്കും. അവർ ഓരോരുത്തൻ താൻ്റെ ഭാഗത്ത് മേയിക്കും. അതിൻ്റെ നേരെ പടയൊരുക്കുവിന് എഴുന്നേൽപ്പിന് ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കയറി ചെല്ലാം. അയ്യോ കഷ്ടം, നേരം വൈകി നിഴൽ നീണ്ടുപോയി, എഴുന്നേൽപ്പിൻ രാത്രിയിൽ നാം കയറി ചെന്ന് അതിലെ അരമനയെ നശിപ്പിക്കുക. സൈന്യങ്ങൾ യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു. അപ്പം ഇവർക്കെതിരെ വരാനിരിക്കുന്ന ശിക്ഷ മറ്റൊരു രാജ്യം വേറൊരു ദേശക്കാരെ കൊണ്ടാണ് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇവിടെ തരുന്നത്. യെരുശലേമേ, എൻ്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. അപ്പം അതും ദൈവം അവിടെ ചെയ്യുന്നുണ്ട്. അവരൊരു മടങ്ങി വരാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. സൈന്യങ്ങളുടെ അഭിപ്രായം അറിയിച്ച് ഇസ്രായേലിൻ്റെ ശേഷിപ്പിനെ മുന്തിരിപ്പഴം പോലെ അരിച്ചു പറിക്കും.
മുന്തിരിപ്പഴം പറിക്കുന്നവനെ പോലെ നിന്റെ കൈ വീണ്ടും വള്ളികളിലേക്ക് നീട്ടുക. അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടു? അവരുടെ ചെവിക്ക് പരിച്ഛേദനയില്ലായകയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്നയായിരിക്കുന്നു, അതിൽ അവർക്ക് ഇഷ്ടമില്ല. ഇതാണ് അപ്പോൾ അത് നമ്മൾ ഇന്നലെ 5-ാമത്തെ അധ്യായം വായിക്കുമ്പം കണ്ടല്ലോ, ഒരുത്തൻ പോലും ഇല്ല, ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ളതാണ്. ഒരുവൻ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. ഭർത്താവും ഭാര്യയും വൃദ്ധനും വയോധികനും കൂടെ പിടിപ്പെടും. എന്താണ്? ആകയാൽ ഞാൻ യഹോവയുടെ ക്രോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അത് അടക്കി വെച്ച് ഞാൻ തളർന്നുപോയി. ഞാൻ അത് വീഥികളിലെ കുട്ടികളിന്മേലും യൗവനക്കാരുടെ മേലും സംഘത്തിന്മേലും ഒരുപോലെ ഒഴിച്ചുകളയും. ഭർത്താവും ഭാര്യയും വൃദ്ധനും വയോധികനും കൂടെ പിടിപ്പെടും. അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ല എന്നുള്ളതാണ്. എല്ലാവർക്കും അതിൻ്റെ വ്യത്യസ്തമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളും ഉണ്ടാകും, പീഡകളുണ്ടാകും എന്ന് തന്നെയാണ്. അവരുടെ വീടുകളും നിലങ്ങളും ഭാര്യമാരും എല്ലാം അന്യന്മാർക്കായി പോകും. ഞാൻ എൻ്റെ കൈ ദേശത്തിലെ നിവാസികളുടെ നേരെ നീട്ടുമെന്ന് അവിടെ. അപ്പം ഇതൊക്കെ യിരെമ്യാ പ്രവാചകൻ ആ ജനത്തോട് പറയുന്നുണ്ട്. പക്ഷെ അവർക്കതൊന്നും ഒരു സാരമുള്ള കാര്യമായി തോന്നുന്നില്ല. അത്ര കണ്ടവരുടെ ഹൃദയം ദൈവത്തിൽ നകന്നിരിക്കുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കും. ഇന്നലെ നമ്മൾ വായിച്ചതാണ്. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്നവർ പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. അപ്പോൾ അവരും ഈ യിരെമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ പറയേണ്ടവരാണ് അവിടെ പ്രവാചകന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവരും പുരോഹിതന്മാരും. നിങ്ങൾ തിരിഞ്ഞു വരിക, മനം തിരിഞ്ഞു വരിക, ദൈവം നമുക്ക് ശിക്ഷ തരും എന്ന് പറയേണ്ടവരാണ്. പക്ഷെ അവരത് പറയാൻ ദൈവം ഏൽപ്പിച്ചില്ല എന്നുള്ളത് മറ്റൊരു സംഗതിയാണ്. അത് ഏൽപ്പിച്ചത് യിരെമ്യാ പ്രവാചകനാണ് എന്നുള്ളതാണ്. അത് ആ പ്രവാചകന്മാരെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അവർ കള്ളപ്രവാചകന്മാരാണെന്നാണ് യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്നത്. അതുതന്നെ അവർക്ക് യിരെമ്യാ പ്രവാചകനോടുള്ള ശത്രുതയും വിരോധവും കൂടാനും ഒരു കാരണമായിട്ടുണ്ട്. പക്ഷേ അവരൊന്നും പ്രവാചകന്മാരല്ല, അവരൊക്കെ കള്ളപ്രവാചകന്മാരാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് പക്ഷേ അങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരിലൂടെ ദൈവത്തിന് സംസാരിക്കാനൊക്കത്തില്ല. ദൈവത്തിന് അവരിലൂടെ ഒന്നും സംസാരിക്കാനില്ല. അപ്പോൾ നേരെ നിൽക്കുന്ന വിശ്വസ്തരായ ആൾക്കാരിലൂടെ മാത്രമേ ദൈവം സംസാരിക്കുക. നമ്മൾ തൊട്ടു മുമ്പ് യെശയ്യാ പ്രവാചകനിൽ നമ്മൾ കണ്ടാണല്ലോ. യെശയ്യാ പ്രവാചകൻ ഒരു വലിയ പ്രവചന ശുശ്രൂഷ നടത്തിയ ആളാണ്. അത്ര വിശ്വസ്തനായിരുന്ന ആൾക്കാരിലൂടെ മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ. ദൈവം പിന്നെയും പറയുകയാണ്, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴിയെന്ന് പഴയ പാതകളെ നോക്കി അതിൽ നടപ്പിൻ. നിങ്ങൾ നല്ല വഴി ഏതെന്ന് മനസ്സിലാക്കണം. റോഡിൽ കാണുന്ന നല്ല വഴി ടാറിട്ട റോഡോ അല്ലെങ്കിൽ ഒന്നും അല്ല പറയുന്നത്. നല്ല വഴി തൻ്റെ ജീവിതത്തിൽ ഏത് വഴിയാണ് നല്ലതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പഴയ പാതകളെ നോക്കി അതിൽ നടക്കും. പണ്ടത്തെ ഉപദേശം, പണ്ട് ആൾക്കാർ നിങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴികൾ എങ്ങനെയാണ് അവർ ജീവിച്ചതെന്ന് മനസ്സിലാക്കി അതിൽ നടക്കാനാണ് ഈ പറയുന്നത്. ഞങ്ങൾ അതിൽ നടക്കുകയില്ല എന്ന് അവർ പറയുന്നു. നിങ്ങളിങ്ങനെ നടന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. പക്ഷേ നിങ്ങൾ പറയുന്നത് ഞങ്ങളതിൽ നടക്കുകയില്ല. അതുകൊണ്ട് ജാതികളെ കേൾപ്പിൻ, സഭയെ അവരുടെ ഇടയിൽ നടക്കുന്നത് അറിഞ്ഞുകൊള്ളുക. ഭൂമിയെ കേൾക്കുക, ഈ ജനം എൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ എൻ്റെ ന്യായപ്രമാണത്തെ നിരസിച്ച് കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായി അവരുടെ അനർത്ഥം അവരുടെ മേൽ വരുത്തും. നിങ്ങളുടെ ഹോമയാഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല, നിങ്ങളുടെ ഹനനയാഗങ്ങളിൽ എനിക്ക് ഇഷ്ടവുമില്ല. ആകയാൽ അത് ശമൂവേൽ പ്രവാചകൻ നമ്മൾ കാണുന്നുണ്ടല്ലോ. 8-ാം അധ്യായത്തിലോ ആണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നുണ്ട്, അനുസരിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമാണ് മുട്ടാളുടെ മേധസ്സിനേക്കാളും ഹോമയാഗങ്ങളിലേക്കാളും ദൈവത്തിന് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അവിടെ അനുസരണയും ശ്രദ്ധയുമാണ് ദൈവത്തിന് ഇഷ്ടം, ഹോമയാഗങ്ങളും. അപ്പോൾ അത് ഹോമയാഗങ്ങളൊക്കെ അതിൽ നിന്നുണ്ടാകുന്നതാണെങ്കിൽ കൊള്ളാം. പക്ഷേ അത് ഹോമയാഗങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ദൈവത്തെ അനുസരിക്കുകയോ ദൈവത്തെ ശ്രദ്ധിക്കുകയോ ചെയ്യുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഇഷ്ടവുമില്ല, പ്രസാദവുമില്ല എന്ന് ദൈവം പറയുകയാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പിതാക്കന്മാരും ഞാൻ ഈ ജനത്തിൻ്റെ മുമ്പിൽ ഇടർച്ചകളെ വെക്കും. പിതാക്കന്മാരും പുത്രന്മാരും ഒരുപോലെ അതിന്മേൽ തട്ടി വീഴും. അയൽക്കാരനും കൂട്ടുകാരനും നശിച്ചു പോകും. വീണ്ടും പറയാണ്, ഇതാ വടക്ക് ദേശത്തു നിന്നൊരു ജാതി വരുന്നു. അപ്പം ദൈവം അത് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അത്ര തീരുമാനത്തിലാണ് നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും നമ്മളത് കാണുന്നത്. വടക്ക് ദേശത്തു നിന്നൊരു ജാതി വരുന്നു, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നൊരു മഹാജാതി ഉണർന്നു വരും. അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു, അവർ ക്രൂരന്മാർ, കരുണയില്ലാത്തവർ. അവരുടെ ആരവം കടൽ പോലെ ഇരയ്ക്കുന്നു. സിയോൻ പുത്രി, അവർ നിന്റെ നേരെ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി അണിനിരന്ന് നിൽക്കുന്നു. അതിൻ്റെ വർത്തമാനം കേട്ടിട്ട് ഞങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു.
നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ മഹാവ്യസനും അതിവേദന ഞങ്ങളെ പിടിച്ചിരിക്കുന്നു. നിങ്ങൾ വയലിലേക്ക് ചെല്ലരുത്, വഴിയിൽ നടക്കുകയും വരുത്. അവിടെ ശത്രുവിൻ്റെ വാളും ചുറ്റും ഭയവുമുണ്ട്. എൻ്റെ ജനത്തിൻ്റെ പുത്രി രട്ടുടുത്ത് വെണ്ണീറിൽ ഉരുളുക. വീണ്ടും ദൈവം പറയാണ്, ഒരു മനസ്താപത്തിന്, ഒരു തിരിച്ചുവരവിന് ഒരു അവസരം വീണ്ടും കൊടുക്കുകയാണ്. രട്ടുടുത്ത് വെണ്ണീറിൽ ഉരുളുക. ഏതജാതിനെക്കുറിച്ച് എന്ന പോലെയുള്ള ദുഃഖവും കഠിനമായുള്ള വിലാപവും കഴിച്ചുകൊള്ളുക. സംഹാരകൻ പെട്ടെന്ന് നമ്മുടെ നേരെ വരും. നീ എൻ്റെ ജനത്തിൻ്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടതിന് ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകനും മാറ്റി നോക്കുന്നവനും ആക്കി വെച്ചിരിക്കുന്നു. അവരെല്ലാവരും മഹാമത്സരികൾ, നുണ പറഞ്ഞു നടക്കുന്നവർ, ചെമ്പും ഇരുമ്പും അത്രേ. അവരെല്ലാവരും വഷളം പ്രവർത്തിക്കുന്നു, തുരുത്തി ഊതുന്നു, തീയിൽ നിന്ന് വരുന്നത് ഈയമത്രേ. അപ്പം ഊതുമ്പോൾ എന്താ വരേണ്ടത്? സ്വർണം അല്ലെങ്കിൽ പൊന്ന് പുറത്ത് വരേണ്ടടുത്ത്, പക്ഷെ അവിടെ ഈയമാണ് പുറത്ത് വരുന്നത്. ഊതിക്കഴിക്കുന്ന പണി വെറുതെ. ദുഷ്ടന്മാർ നീങ്ങിപ്പോകുന്നില്ലല്ലോ. യഹോവ അവരെ തേച്ചു കളഞ്ഞതുകൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി എന്ന് പേരാകും. അപ്പോൾ വെള്ളി ഊതിക്കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അതിൽ നിന്ന് നല്ല വെള്ളി പുറത്ത് വരേണ്ടതിന് പകരം കറക്കൻ വെള്ളിയാണ്, അതിൻ്റെ വേസ്റ്റാണ് പുറത്തേക്ക് വരുന്നത് എന്ന്, അങ്ങനെ അവർക്ക് പേരാകും എന്ന് ദൈവം പറയും. അപ്പോൾ ഇവരെങ്ങനെയൊക്കെ ദൈവത്തിന് അവരോട് ഏതൊക്കെ തരത്തിൽ അവരുടെ നികൃഷ്ട ജീവിതത്തെ ദൈവത്തിന് ഉപമിക്കാമോ ആ തരത്തിലൊക്കെ ഉപമിച്ചിട്ടും അവർ മനം തിരിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ 6-ാമത്തെ അധ്യായമായുള്ളൂ. ഇനി എത്ര? 52 അധ്യായത്തിൽ ഇനി 46 അധ്യായം ഇനി കിടക്കുന്നുണ്ട്. ഈ അധ്യായങ്ങളിലൊക്കെയും ദൈവം നിരന്തരമായി ഇതുപോലുള്ള പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കൃത്യമായി സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അത് സൂചനകളല്ല, അല്ലെങ്കിൽ ഉപമകളല്ല, വെറും കൃത്യമായി പച്ചയ്ക്ക് ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ജനം മനം തിരിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്ന സങ്കടകരമായ കാര്യം എന്നുള്ളത്. 3-ാമത്തെ വായനാ ഭാഗം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം. ഇവിടെ നമ്മൾ വായിച്ചു തുടങ്ങുന്നത് 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ഒറ്റ സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചു നിർത്തിയത്. കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ വരെ മതി. ഇപ്പോൾ ഏത് കഴിഞ്ഞ 6 ദിവസം കഴിഞ്ഞിട്ടാണ് 6 ദിവസം കഴിഞ്ഞിട്ടാണെന്നുള്ളത് അതാണ് ഞാൻ ഇന്നലെ വായിച്ചപ്പോൾ 16 അധ്യായം 28 എത്തിയപ്പോൾ അത് നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ക്രിസ്തു ഒരു കാര്യം അവിടെ പറയുകയാണ്. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ നിൽക്കുന്നവരിൽ, ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നവരിൽ മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മലയിൽ പോയി അവിടെ യേശുക്രിസ്തുവിൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. യേശുക്രിസ്തുവിനോടൊപ്പം ഈ പത്രോസും യാക്കോബും യോഹന്നാനും മോശയും ഏലിയാവും സംഭാഷിക്കുന്നതായിട്ടൊരു കാഴ്ച കണ്ടു, ഒരു ദർശനം കണ്ടു, ഒരു സ്വപ്നം കണ്ടതുപോലെ ഒരു കാര്യം കണ്ടു. അവർ 3 പേരും കണ്ടു എന്നുള്ളത് ശരിയാണ്. അതെന്താണെന്നൊന്നും അവർക്കറിയില്ല. അത് ഒരു ക്രിസ്തു കാണിച്ചു കൊടുത്ത കാഴ്ചയാണോ, യഥാർത്ഥത്തിൽ മോശയും ഏലിയാവും അവിടെ വന്നോ എന്നൊന്നും അവർക്കറിയില്ല. പക്ഷേ ഇത് കണ്ടു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. അപ്പം തന്നെ അവിടെ വെച്ചൊരു ശബ്ദം കേട്ട് ഇവർ കേട്ട എന്തെന്ന് പറഞ്ഞാൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. ഇതാണ് അവർ കേട്ട ശബ്ദം. അത് കേട്ടിട്ട് ശിഷ്യന്മാർ ഏറ്റവും ഭയപ്പെട്ട് കമിഴ്ന്നു വീണുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അത് കേട്ടതും കണ്ടതും ശരിയായ സത്യമായ കാര്യമാണ്. എന്നാൽ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ യേശുക്രിസ്തു സ്നാനം പെട്ട് യോർദാൻ നദിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ കേൾക്കുന്ന ശബ്ദവും ഇതാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതാര് കേട്ടു? യോഹന്നാൻ സ്നാപകൻ കേട്ടു. അപ്പോൾ അവിടെ യോഹന്നാൻ സ്നാപകൻ്റെ മുമ്പിൽ ഒരു സാക്ഷ്യം, ഇവൻ എൻ്റെ യേശുക്രിസ്തു എൻ്റെ പ്രിയപുത്രനാണെന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം. അതുപോലെ ഇന്ന് പത്രോസിനും യോഹന്നാനും യാക്കോബിനും അവരും കേട്ടു, ഇത് എൻ്റെ പുത്രനാണ് എന്നുള്ളത്. ഇന്നലെ പത്രോസിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടു. പത്രോസ് യേശുക്രിസ്തുവിനോട് മറുപടി പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ ഇത് ഈ 3 ഭാഗങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞത്. യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞത്, ഈ പാറയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ
ആ യേശുക്രിസ്തുവിൻ്റെ സഭയാകുന്ന ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ്, അല്ലെങ്കിൽ ആ ഒരു സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്നുകൂടെ എടുത്തു പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളത് ഈ പുതിയ നിയമസഭയുടെ, യേശുക്രിസ്തു സ്ഥാപിച്ച സഭയുടെ, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ. ഇതല്ലാതെ ഏതൊരു വിശ്വാസവും ഏതൊരു അടിസ്ഥാനവും ഇട്ടാലും ആ അടിസ്ഥാനമൊക്കെയും അഴിഞ്ഞു പോകും. ആ അടിസ്ഥാനം ഒന്നും നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് വേറൊരു ഭാഗത്തും ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ അവരൊരു സംശയം ചോദിക്കുന്നുണ്ട്. ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്തെന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. ഏലിയാവ് മുമ്പേ വരേണ്ടത്, ക്രിസ്തു പറയുന്നത് ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനത്താക്കും സത്യം, എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇത് മലാഖി പ്രവചനത്തിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളിലാണ് ഈ ഏലിയാവ് വരും എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. അപ്പം അത് ഈ പണ്ഡിതന്മാർ, ബൈബിൾ പണ്ഡിതന്മാരായിട്ടുള്ളവർ, അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ പണ്ഡിതന്മാരായിട്ടുള്ളവർ, അവർ പറഞ്ഞ് മനസ്സിലാക്കിയും ജനത്തിൻ്റെ ഇടയിൽ ഒരു മശിഹ വരുന്നതിനെ സംബന്ധിച്ച് ഒരു വിശ്വാസമുണ്ട്. മശിഹ വരും. മശിഹ വന്നതിന് ശേഷവും മശിഹ കാത്തിരിക്കുന്ന ജനം ആ ദേശത്തുണ്ടായിരുന്നു, ഇസ്രായേലിലുണ്ടായിരുന്നു. ഇവിടെ വേറൊരു ഏലിയാവ് വന്ന് എല്ലാം യഥാസ്ഥാനത്താക്കും എന്ന് പറയുന്ന ഒരു വാക്യം മലാഖി പുസ്തകത്തിലുണ്ട്. എന്നിട്ട് പറഞ്ഞു, എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ നിങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു, അവണ്ണം മനുഷ്യപുത്രൻ അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവനോട് ഏലിയാവിനോട് ഇതൊക്കെയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു എന്നാണ്. അപ്പം നമ്മൾ മലാഖി പുസ്തകത്തിലെ പ്രവചനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് യേശുക്രിസ്തുവും കൂടെ അത് പറയുമ്പോൾ അത് ഏലിയാവിനെ കുറിച്ചാണ് പറഞ്ഞത്, യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് പറഞ്ഞത് ആ പ്രവചനം എന്നുള്ളത് ക്രിസ്തു പറയുകയോടെ ചെയ്യപ്പോൾ അത് പൂർണ്ണമായി നമ്മളത് ഗ്രഹിച്ച് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. തിരിച്ച് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ചന്ദ്രരോഗം ബാധിച്ച ഒരു മകനെ ഒരു പിതാവ് കൊണ്ടുവരുന്നു. അവരെ ശിഷ്യന്മാർക്ക് ആ രോഗം സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് യേശു ആ ഭൂതം എന്താണെന്നുള്ളതൊക്കെ നമുക്കിനി പഠിക്കേണ്ടതാണ്. ഉണ്ടായിരുന്നത് ചന്ദ്രരോഗമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഭൂതത്തെയാണ് പുറത്താക്കിയത്. അത് ആ ഭൂതം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ചന്ദ്രരോഗം ആണ്. അതിനെ പുറത്താക്കി അതവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു എന്നാണ്. അപ്പോൾ ആ സൗഖ്യം വരാൻ ആ ഒരു രോഗത്തെ യേശുക്രിസ്തു അവനിൽ നിന്ന് മാറ്റി. ഞങ്ങൾക്ക് പുറത്താക്കിക്കൂടാത്തത് എന്ത് എന്ന് ചോദിച്ചു. നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തം അത്രേ. നിങ്ങൾക്ക് കടുകുമൊടിയോട് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ചോദിച്ചാൽ പലരും പല ഉത്തരങ്ങൾ പറയും. എന്താണ് ഇവിടുത്തെ ഈ ജാതി എന്ന്? അത് മറ്റൊന്നുമല്ല, അവർക്കുണ്ടായിരുന്നത് എന്താണ്? ഈ ശിഷ്യന്മാർക്കുണ്ടായിരുന്നത് നിങ്ങൾ അല്പവിശ്വാസം, അല്ലേ? വിശ്വാസമില്ലായ്മ, അവിശ്വാസം ഒക്കെയാണ് ഇവർക്കുണ്ടായിരുന്നത്. അത് പ്രാർത്ഥനയാലും ഉപവാസത്തും അല്ലാതെ ഈ അവിശ്വാസവും അല്പവിശ്വാസവും നീങ്ങിപ്പോകത്തില്ല. വിശ്വാസം വർദ്ധിക്കാൻ ക്രിസ്തുവിനോട് ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരയണമെന്ന്. അപ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, യാക്കോബിൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അത് ഔദാര്യമായി കൊടുക്കുന്ന നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾ പിതാവിനോട് നിങ്ങൾ യാചിപ്പീൻ എന്നാണ്. അപ്പോൾ ഇതൊക്കെയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട സ്വഭാവങ്ങളാണ്. നമ്മളിവിടെ വായിക്കുന്ന ഈ അവിശ്വാസത്തെ നീക്കി പൂർണ്ണ വിശ്വാസത്തിലും ഒക്കെ വരേണ്ടത് ജ്ഞാനം വർദ്ധിപ്പിക്കേണ്ട, പരിജ്ഞാനം വർദ്ധിപ്പിക്കേണ്ട, ഇതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ. ദൈവത്തെ സഹായത്തോടെ നമ്മൾ നേടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതങ്ങനെ പ്രാർത്ഥിച്ച് നേടാനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ജാതി ഉപവാസത്താലും അല്ലാതെ നീങ്ങിപ്പോകുന്നില്ല, പ്രാർത്ഥനയാലും ഉപവാസത്താലും. അപ്പോൾ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ഈ അവിശ്വാസം അല്പവിശ്വാസം നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുക എന്നാണ് അവിടെ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ വരാനിരിക്കുന്ന ക്രൂശ് മരണത്തെ സംബന്ധിച്ച് അവിടെ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നു, അവർ ദുഃഖിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ ഈ 3 വായനകൾ ചുരുക്കമായി സംസാരിച്ചത്
എല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു പൂർണ്ണതയിൽ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ സമയത്തിൻ്റെ കുറവുണ്ട്. അതുപോലെ പൂർണ്ണമായി പറഞ്ഞു തരാനും നമുക്ക് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ എന്നുകൂടെ ഇവിടെ പറഞ്ഞു കൊള്ളട്ടെ. നമുക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ആ അയച്ചു തന്നിട്ടുള്ള നമ്പറിൽ വിളിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് സംസാരിക്കേണ്ട സംശയങ്ങളോ അല്ലെങ്കിൽ മറ്റഭിപ്രായങ്ങളോ ഒക്കെ രേഖപ്പെടുത്തി ആ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. താങ്ക് യു. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.